ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, യഥാർത്ഥ ഉദ്ദേശം കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 3 of Pentacles, Ace of Wands, 9 of Wands, Two of Pentacles, Temperance, King of Swords, Eight of Wands, Ace of Cups, Nine of Pentacles, Nine of Swords, Empress, Tower energy, Eight of Pentacles, World energy, Seven of Cups, Hierophant, Ten of Wands, Star energy. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി അത് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നിലപാടില്ലാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ച് നിങ്ങൾ വന്നിട്ട് അവരിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളോ ഒന്നും തരാതെ അവർ ആ ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്നത് പോലെ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻസോ കാര്യങ്ങളോ പറയുന്നില്ല, പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടു പോകുന്നുമില്ല, നിങ്ങൾ പോകാനൊട്ട് അനുവദിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചവരാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അവരുടേതായ ഒരു സമയം വന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യം എന്താണോ അത് തിരഞ്ഞെടുത്ത് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് മാറിപ്പോയൊരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അവരുടെ ലൈഫിൽ തന്നെ വളരെയധികം ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ടവർ എനർജി ആണ്. നിങ്ങളുടെ പേഴ്സണ് വലിയ രീതിക്ക് ഒരു തിരിച്ചടികളോ കാര്യങ്ങളൊക്കെ ലൈഫിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെയാണ് ഇവരിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ജീവിതത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിലും വലിയ രീതിക്ക് ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്കിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കഴിഞ്ഞു പോയിരിക്കുന്ന നാളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം ഒരു സൈഡിൽ തോന്നുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അവർക്ക് ഒരു സൈഡിൽ വളരെയധികം ഒരു ഭയവും തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചെത്തുക അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഒന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഭയം ഇവരെ അലട്ടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് വളരെയധികം ഒരു സന്തോഷം, സമാധാനം, ഒരു ഹാപ്പിനെസ് അവരിൽ തന്നെ ഫീൽ ചെയ്യാണ്. അപ്പൊ ആദ്യ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേഷൻ സ്റ്റേജ് ആയിരിക്കാം. അപ്പൊ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ
നിങ്ങളുടെ ആ ഒരു നല്ല കാലങ്ങൾ, നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സാമീപ്യം, കെയറിങ്, ഇതെല്ലാം അവർ വളരെയധികം വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ജീവിതത്തില് ഇവര് വേദനിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ presence ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഒരു സമയം നിങ്ങൾ വേണ്ടാന്ന് വെച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിതീവ്രമായിട്ട് തന്നെ അവർ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നിങ്ങളെ propose ചെയ്യണതിനെ കുറിച്ചൊക്കെ ചിന്തകളിൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. ജീവിതത്തിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു painful ആയ situation, ഒരു എന്താ പറയാ അലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം, ഒന്നിലേക്കും focus ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും തന്നെ ഒരു എന്താ പറയാ ഒരു clarity ഇല്ല ലൈഫിന്. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങളെ വളരെയധികം ഓർക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെക്കുറിച്ച് ഓർത്ത് സ്വയം നീറുന്നുണ്ട്. ഒരുപാട് ഭയക്കുന്നുണ്ട്. ഒരു ഭയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയം എന്ന് വെച്ചാൽ പാസ്റ്റിലേക്കുള്ള ഒരു ഭയമാണ്. കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് ഭയക്കുന്നത്. വേദനയോടൊപ്പം തന്നെ ഒരു ഫിയർ. അപ്പൊ ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പോയിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ഭയക്കണം എന്നുണ്ടെങ്കിൽ അതുപോലൊരു വേദന അവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭയം ഉള്ളിലുള്ളത്. പക്ഷെ ഭയത്തിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം എന്നൊരു ചിന്തകള്, അതാണ് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വളരെയധികം സ്വയം ഇങ്ങനെ ഉരുകി ഉരുകി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നിൽക്കുന്ന പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞിരുന്നു 3 of Pentacles ന്റെ എനർജിയാണ്. ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതുള്ള ഒരു പേഴ്സന്റെ ഇടപെടലുകൾ വന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ തമ്മിൽ മാത്രമല്ലായിരുന്നു പ്രശ്നം, മൂന്നാമത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് സ്വരച്ചേർച്ചയില്ലായ്മ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് അതിനെക്കുറിച്ചൊരു നല്ല ക്ലാരിറ്റി ലഭിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം അവർക്ക് ചുറ്റിനും നടക്കുന്ന ജീവിതത്തിൽ നിന്ന് അതിപ്പോ അവരുടെ ഫാമിലി, അവരുടെ കൊളീഗ്സ്, അവരുടെ ഫ്രണ്ട്സ്, ഇവരുടെയൊക്കെ ലൈഫ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കാണുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം അവരിപ്പോൾ നിൽക്കുന്ന സാഹചര്യം ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ചും സ്നേഹബന്ധത്തെ കുറിച്ചും ഒക്കെ പഠിക്കുകയാണ്. ഒരു തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സമയമായിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ fast ആയിട്ട് ഭയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു തെളിച്ചം, ഒരു വെളിച്ചം വേണം എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് സാഹസികപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു communication നിങ്ങളിലേക്ക് നടത്തുക എന്നൊരു mentality ഇവരിൽ വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് തട്ടിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് അതിശക്തമായിട്ട് അല്ലെങ്കിൽ അതിതീവ്രമായിട്ട് തന്നെ അവരും നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരണം. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് പെരുമാറിയ വ്യക്തികളല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സത്യസന്ധത ഇനിയെങ്കിലും ബന്ധത്തിൽ നിലനിർത്തണം. ഓരോ സമയത്തും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതിപ്പോ രാത്രിയിലായിക്കൊള്ളട്ടെ പകലായിക്കൊള്ളട്ടെ അവരുടെ ആ ഒരു ജോലി ചെയ്യുന്ന സമയത്തായിക്കൊള്ളട്ടെ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് അവരുടെ മനസ്സിൽ കിടന്ന് ആഞ്ഞടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ഒരു communication നടത്തുക എന്നുള്ളതാണ്. ഇവിടെ അവരുടെ ഒരു intention ൽ main ആയിട്ട് നമുക്ക് communication card തന്നെയാണ് വന്നിരിക്കുന്നത്. communication എന്ന് പറയുമ്പോഴേക്കും തുറന്ന സംസാരം, open communication. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ hide ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങളോട് ചെയ്ത വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിലോ അതെല്ലാം നിങ്ങളോട് തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്കൊരു clarity നൽകുക. അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ അതാണ് അവരുടെ യഥാർത്ഥമായ ഒരു intention ആയിട്ട് കിട്ടുന്നത്. ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നതിനോടൊപ്പം സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ അവർക്ക് ഒരു പ്രശ്നം നടന്നിരിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളിലൂടെയൊക്കെ സ്വന്തം intuition അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷി അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ഒരുപാട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു transformation stage നിങ്ങളുടെ personal ൽ സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവർ വളരെയധികം ദുഃഖിതനാണ് അല്ലെങ്കിൽ ദുഃഖിതയായിട്ടാണ് കാണുന്നത്. ആ ഒരു വേദനയുടെ ഭാരം ചുമന്നു പോകുന്ന stage ആണ്. അപ്പൊ അതിനകത്തൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊരു ചിന്തകൾ മനസ്സിലേക്ക് അതിശക്തമായിട്ട് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അവരിപ്പോ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. അപ്പൊ ചിന്തിച്ച് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക. ഒരു ആങ്സൈറ്റി, സ്ട്രെസ് ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണ്. പക്ഷെ എങ്കിലും ഒരു ട്രസ്റ്റ് എവിടെയോ ഉണ്ട്. ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും എവിടെയോ ഒരു വിശ്വാസം അവർക്ക്
ഒരു പക്ഷേ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു അവസരം കൊടുത്താലോ എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ഹോപ്പ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹത്തിൽ നിന്നും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു എനർജി തന്നെയായിരിക്കും. കാരണം ഇവര് കാണിച്ച പോലെയുള്ള ഫേക്ക് ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ പറ്റാവുന്നിടത്തോളം സത്യസന്ധമായിട്ട് തന്നെ സ്നേഹം പുലർത്തിയ വ്യക്തികളാണ്. അപ്പൊ ആ ഒരു ട്രസ്റ്റോട് കൂടിയാണ് ഇവർ ആ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകുന്നത്. അതുപോലെ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിലൊക്കെ ഇപ്പോഴാണ് സ്വയം വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കാതിരുന്ന വ്യക്തികളാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ വേദനിക്കുന്ന അവസ്ഥ. ഇനി അല്ല നിങ്ങൾ ഒരു ലെസ് കോണ്ടാക്ട് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇവരായിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കാതിരുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്കിടയിൽ ഈ വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഇപ്പൊ വേദനിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഇവരുടെ മനസ്സിലേക്ക് ഒരു തിരിച്ചറിവായിട്ട് വന്നിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം യൂണിവേഴ്സ് ആയിട്ട് തന്നെയായിരിക്കും അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളുടെ കണ്ണ് നിറയിച്ച് നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ച് പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ചീറ്റിംഗ് തന്നെ വേണമെന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ ചതിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു value നൽകാതെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ഒരു അവഗണിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് avoid ചെയ്ത്, അതും ഒരു വലിയ വേദന തന്നെയാണ്. അത്രയും നിങ്ങളെ അവഗണിച്ച് മാറി അവരുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ അവർ കണ്ടില്ല എന്ന് നടിച്ചിട്ട് അങ്ങനെയൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒറ്റപ്പെടലില് സ്വയം അവർ വേദനിക്കുകയാണ്. നിങ്ങളെ ഓർത്ത് അവർ വേദനിക്കുകയാണ്. കാരണം ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ലൊരു support ആണ്. ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ വ്യക്തിക്ക് വേണമെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം തന്നെ നമ്മളിവിടെ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ എന്തായാലും അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അവർ എന്ത് സാഹചര്യത്തിലോ നിങ്ങളിൽ നിന്ന് വിട്ടിട്ട് പോയോ അതേ തന്നെ സാഹചര്യം ആവണമെന്നില്ല, മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളും ആകാം. ഒറ്റപ്പെടലുകളും വേദനകളുമാണ് കാണിക്കുന്നത്. കൂടെ ആരും ഇല്ലാത്തൊരു സ്റ്റേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ലൈഫ് എന്നുള്ളത് അറിയാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സാമീപ്യം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതോടൊപ്പം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ട് mingle ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു jealous കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. തോന്നുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ കാണുമ്പോൾ എന്നുവെച്ചാൽ ഇവരിപ്പോ down ആയിട്ടിരിക്കുന്ന stage ആണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതുവരെ അവർ നിങ്ങളെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ happy ആയിട്ടായിരിക്കും അവർ കാണുന്നത്. നിങ്ങളുടെ മനസ്സുരുകുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ അത് പുറമേ കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഉള്ളിൽ ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും വരുന്നത് വരട്ടെ എന്നൊരു മെന്റാലിറ്റിയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഭയങ്കര happy ആണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളോട് ഒരു അസൂയ കുശുമ്പൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തന്നെ അവരോട് ഒരു പുച്ഛം. അതാണ് ആ ഒരു ഭ്രാന്തമായ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ let go ചെയ്ത് പോയ വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തിൽ അവർ സ്വയം ലജ്ജിക്കുന്ന ഒരു stage ആണിത്. സ്വയമേ അവർക്ക് അവരോട് തന്നെ ഒരു പുച്ഛം തോന്നുന്ന stage ആണിത്. സത്യസന്ധമല്ലാത്ത രീതിയിൽ നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഒന്നും എടുത്തില്ല, സൈലന്റ് ആയിട്ട് അവർ മാറി നിന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അവർ കാല് മാറി. അപ്പൊ അങ്ങനത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തികളാണെങ്കിൽ വീണ്ടും അവർക്ക് ഈ ബന്ധത്തിനെ ഒന്ന് മാനേജ് ചെയ്തെടുക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പഴയ കാലങ്ങളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് കൂടുതലും വേദനകൾ അവരുടെ മനസ്സിലേക്ക് നിറയുന്നത്. നൊസ്റ്റാൾജിയ ആണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സന്റെ ഇന്റൻഷൻ ആയിട്ട് ഇവിടെ കിട്ടുന്നത് ബന്ധത്തെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഫിയർ ആണ്. പാസ്റ്റിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ചില വ്യക്തികൾ എന്തും വരട്ടെ എന്നുള്ള രീതിക്ക് തയ്യാറെടുക്കുന്നു, മറ്റു ചിലവർ ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ഒന്ന് കണക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇന്റൻഷൻ ഇവിടെ പൊതുവായിട്ട് വന്നിരിക്കുന്നത് ബന്ധത്തെ നിലനിർത്തുക എന്നുള്ളതാണെന്നുണ്ടെങ്കിലും
ചില വ്യക്തികൾ ഇപ്പോഴും ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് മുന്നോട്ടേക്ക് പോകുന്ന അവസ്ഥയാണ്. ഒരു ദുഃഖഭാരം ചുമന്ന് ചുമന്ന് മുന്നോട്ടേക്ക് പോവാണ്. കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണിക്കുന്നുണ്ട്. രണ്ട് രീതിയിലാണ് നമുക്കിവിടെ എനർജി കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ രണ്ട് രീതി ആണെങ്കിലും ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എഫേർട്ട് എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയേക്കാം. മറ്റു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണെങ്കിൽ പോലും അവരൊരു നിലപാടിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ കൺഫ്യൂഷൻ സ്റ്റേജ് മാറിയിട്ട് അവർ ഈ ഒരു സ്റ്റേജിലേക്ക് പ്രവേശിക്കും. കാരണം ഇവിടെ hope ആണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ബന്ധമായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ എന്തായാലും നടക്കാൻ സാധ്യതകളുണ്ട്. അതും നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് വരും. കാരണം അവരുടെ ഇന്റൻഷൻ ആണ് ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ എന്നുള്ള രീതിക്കാണ് നമുക്കിവിടെ കണക്ട് ആവുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തില് യാതൊരുവിധ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ വളരെ വേദനയോടുകൂടി അതിനേക്കാൾ ഉപരി വളരെയധികം നഷ്ടബോധത്തോടു കൂടി ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. സ്വയം ഭയങ്കരമായൊരു ദേഷ്യം വരുന്നുണ്ട്. ഈഗോ ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഈഗോ എന്ന് പറയുമ്പോൾ അവരുടെ ദേഷ്യം കൊണ്ടുള്ള ഈഗോ. ഒരു പക്ഷേ നേരത്തെ തന്നെ തീരുമാനവും കാര്യങ്ങളോ ഒക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് പോകുമായിരുന്ന ഒരു ബന്ധത്തിൽ അവരായിട്ട് തന്നെ വരുത്തി വെച്ച ഒരു കാര്യമാണ് ഇത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു കുറ്റബോധവും അതുപോലെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ വളരെയധികം പാനിക് ആവുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തിനാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചത്, കാരണം അവര് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹമൊന്നും നൽകിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ടൈമില്, ഒരു യൂണിവേഴ്സൽ ടൈമില് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു സമയത്ത് ഇവർ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ച പെയിൻ മറ്റൊരു രീതിയിൽ നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ വേദനിപ്പിച്ച് പോയി എന്ന് കരുതി അവർക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നില്ല വേദന വന്നിരിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അവരുടെ ജോലി സ്ഥലത്ത് നിന്നായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും ഒരു വേദന അത് ഇവർക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നതിന് ഒരു തിരിച്ചടിയാണ്. ടവർ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അവർ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ്. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കേറി വരുന്ന സമയത്ത് അവിടെ നിന്നും അവർ ഉന്തി താഴേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് വന്ന് വീഴുന്നൊരു വീഴ്ചയായിരിക്കും. അതാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ രീതിയിലും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ മൊത്തത്തിൽ അവർ എനർജി കട്ടാണ്. സന്തോഷകരമായ പരിസമാപ്തി തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഒരു ടാസ്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതും ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടുന്നതും എനർജി ലോസ് ആവുന്നതും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് രീതിയിലുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് കിട്ടുന്നത്. ഒരു സൈഡ് കൊണ്ട് ഭയങ്കര കൺഫ്യൂഷനിൽ ഇപ്പോഴും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. മറു സൈഡ് കൊണ്ട് ചില വ്യക്തികൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിന്നൊക്കെ മാറി സ്വന്തമായി എഫേർട്ട് എടുക്കുക എന്നൊരു ചിന്തയിൽ വന്നിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷകൾ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും. ആ ഒരു പ്രതീക്ഷകളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇവർ ഓരോ ചുവടുകളും ഇപ്പൊ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ള രീതിക്കല്ല ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി അവർക്ക് എന്തായാലും നിങ്ങളെ നേടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അപ്പൊ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം അനുസരിച്ചായിരിക്കും ഇവർ ഓരോ സ്റ്റെപ്പുകൾ വെക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, വേദന തന്നെങ്കിൽ പോലും പെട്ടെന്ന് അവർക്കൊന്ന് കൺവിൻസ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ട്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ എത്താൻ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു ഡൗൺ എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് താമസം എടുക്കുമായിരിക്കും. താമസം എന്ന് പറയുമ്പോൾ കുറെ കാലങ്ങൾ എടുക്കും എന്നുള്ളതല്ല, ഇവിടെ ഒരുപാട് കാലങ്ങൾ എടുക്കാൻ സാധ്യതയില്ല. കാരണം ഇനിയും വയ്യ എന്നൊരു മെന്റാലിറ്റി എന്തായാലും ഇവരിൽ വന്നിട്ടുണ്ട്. ഇനിയും ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വയ്യ, അല്ലെങ്കിൽ അവർക്ക് മടുത്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ആ ഒരു ഭാരം മുന്നോട്ടേക്ക് ചുമക്കാൻ വയ്യ. ഒരു കഴുത ഭാരം ചുമക്കുന്നത് പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഈ ഒരു കുറ്റബോധം കേറിക്കൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നിന്ന് അവർക്കൊരു മാറ്റം വേണം. അവർക്ക് തന്നെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരണം. അതോടൊപ്പം ചുറ്റിനുമുള്ളവരുടെ ലൈഫ്, മറ്റുള്ളവരുടെ ജീവിതം
ഇതൊക്കെ കാണുമ്പോൾ അവർക്കും അങ്ങനെയൊക്കെ വേണമെന്നൊരു ചിന്തകൾ വരുന്നുണ്ട്. ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ സ്വന്തം ലൈഫിലും വേണം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ചാപ്റ്റർ ഈ റിലേഷൻഷിപ്പിൽ വേണം. അങ്ങനത്തെയൊക്കെ ഒരു ഇന്റൻഷനിൽ നിൽക്കുന്ന പേഴ്സൺ ആണിത്. അപ്പൊ അവരുടെ യഥാർത്ഥമായ ലക്ഷ്യത്തെ അവരിപ്പോ നോക്കി കാണുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി ബന്ധത്തിൽ ഒരു നിലനിൽപ്പ് തന്നെയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ ഈ എനർജി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. വയനാട് 27, 10 എന്നൊരു നമ്പർ ലിയോ, 3 എന്നൊരു നമ്പർ 25, എം എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ, പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ലിബ്ര, ടോറസ്, ലിബ്ര അഗൈൻ വന്നിട്ടുണ്ട്. സി എന്നൊരു ലെറ്റർ, ഉത്രട്ടാതി, 42, നവംബർ മന്ത്, ഓഗസ്റ്റ് മന്ത്, എച്ച് എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, UAE വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 40, 36, 7 എന്നൊരു നമ്പർ. ഔട്ട്സൈഡ് കേരള, ട്രിവാൻഡ്രം എന്നൊരു സ്ഥലമാണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന എനർജീസ് ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലൈഫിലേക്ക് കണക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.